എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നിങ്ങൾ തംബ്ലൈൻ ശ്രദ്ധിച്ച് കാണുമല്ലോ. റഷ്യയിൽ നിന്ന് നമുക്ക് ഫിൻലാൻഡിലോട്ട് ഗ്രീൻ കാർഡ് കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് ആദി കൺസൾട്ടൻസി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തമിഴ്നാടും പാലക്കാടും ബേസ് ചെയ്യുന്നൊരു ട്രാവൽ ഏജൻസി ഉണ്ട്. അവരെ ഞാൻ വിളിച്ചായിരുന്നു. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റഷ്യയിൽ വന്നു കഴിഞ്ഞാൽ അവർ തരുന്ന വിസയിൽ റഷ്യയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഫിൻലാൻഡിലോട്ട് പോകാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇവിടുന്ന് ഗ്രീൻ കാർഡും കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ നമുക്കൊരു വോയിസ് റെക്കോർഡ് നമുക്ക് കേൾക്കാം. ഞാൻ അവരെ വിളിച്ച് സംസാരിച്ച്. പറഞ്ഞു തരും എങ്ങനെയാന്നുള്ള എന്റെ കാര്യങ്ങള്. ഏത് കൺട്രി? റഷ്യ. റഷ്യ നിങ്ങൾ റഷ്യ 3.80 ആണ് സർവീസ് ചാർജ്. 3,80,000 അല്ലേ? പിന്നെ ജോബ് എന്താണ് അവിടെ വന്നിട്ട്? അവിടുന്ന് പിന്നെ മേഡം പറഞ്ഞു മറ്റേ യൂറോപ്പിലോട്ട് പോവാന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടെന്ന് പറയാം 6 മാസം കഴിയുമ്പോൾ. ഫിൻലാൻഡിന് ശേഷം നിങ്ങൾ 6 months ആയിട്ട് അതിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ട് പിന്നെ അവര് പേപ്പർ കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ഫിൻലാൻഡ് ഗ്രീൻ കാർഡ് അപ്ലൈ ചെയ്തിട്ട് അവിടെ നിന്ന് അവിടെ മൂവ് ആയി വേണ്ടിയിട്ടിരിക്കും. അതിപ്പോ സർവീസ് ചാർജാണെങ്കിലും ടോട്ടലായിട്ട് 12 lakhs വരും. അമ്മയുടെ അത് 12 lakhs അല്ലേ? അത് ഫിൻലാൻഡിലോട്ട് നമുക്ക് ഗ്രീൻ കാർഡ് എടുക്കുന്നതിനല്ലേ? അമ്മയുടെ ഡീറ്റെയിൽ എങ്ങനെയാണെന്നുള്ളതിന്റെ കാര്യം ഒന്ന് പറഞ്ഞു തരുമോ? ഇല്ല, ഇവിടെ നിങ്ങൾ 4.80 പേ ചെയ്തിട്ട് പോകാൻ പറ്റും. ഇവിടെ അതായത് നമ്മൾ ഇന്ത്യയില് 3,80,000 രൂപ പേ ചെയ്തിട്ട് നമ്മൾ വിസ മേഡം തരത്തുള്ളൂ. 4.80 പേ ചെയ്യണം നിങ്ങൾ. ഇവിടെ 4.80 പേ ചെയ്തിട്ട് അവിടെ 4,80,000 രൂപ നമ്മൾ ഇവിടെ നാട്ടിൽ പേ ചെയ്ത് കഴിഞ്ഞാല് വിസ എന്ത് വിസയാ മേഡം? അത് വർക്കിംഗ് വിസ? വിസ ഏത് വിസയാ മേഡം? വിസിറ്റിംഗ് വിസ ആണോ ടൂറിസ്റ്റ് വിസ ആണോ മേഡം? വിസിറ്റിംഗ് വിസ അങ്ങ് ഓക്കെ. അവിടെ നിങ്ങൾ പോയിട്ട് വർക്ക് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് അവര് ഗ്രീൻ കാർഡ് ഇല്ലേ, ഫിൻലാൻഡിന്റെ ഗ്രീൻ കാർഡിന്റെ പ്രോസസ് അവര് ചെയ്തിട്ടുകൊണ്ടിരിക്കും. റഷ്യയിലെ ഗ്രീൻ കാർഡ് ആണോ മേഡം? അല്ല, ഫിൻലാൻഡില് നമ്മൾ റഷ്യ നിന്നുകൊണ്ട് ഫിൻലാൻഡിലെ ഗ്രീൻ കാർഡിന്റെ ഉള്ള പ്രോസസിങ് ചെയ്യാൻ പറ്റും അല്ലേ? പ്രോസസിങ് ചെയ്യും അവര്. ആ പ്രോസസിംഗ് ഏതായിട്ട് ശേഷം നിങ്ങൾക്ക് പൈസ തിരിച്ചു തരും അവര്. നിങ്ങൾ 4.80 പേ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, 4.80 അതില് 1 lakh അവര് തിരിച്ച് നിങ്ങളുടെ കയ്യിൽ തരും. ഇല്ല, പ്രോസസിംഗ് ഒക്കെ സക്സസ്ഫുൾ ആയ ശേഷം നിങ്ങൾ ബാലൻസ് 8 lakhs ഉണ്ടല്ലേ, ആ എമൗണ്ട് പേ ചെയ്യാൻ വേണ്ടിയിരിക്കും. ഓക്കെ മേഡം. അതായത് 4,80,000 രൂപ നമ്മൾ ഇവിടെ നാട്ടിൽ തന്നു കഴിഞ്ഞാല് റഷ്യയിൽ എത്തി കഴിയുമ്പോഴത്തേക്കിന് പ്രോസസ്സ് നടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബാലൻസ് 8 ലക്ഷം രൂപ നമ്മൾ തരണം അല്ലേ? അതായിട്ട് നടന്നില്ലേല് 1 ലക്ഷം രൂപ നമുക്ക് തിരിച്ചു തരും. 1 ലക്ഷം രൂപ തിരിച്ചു തരും അല്ലേ? അപ്പം 3,80,000 രൂപ നമുക്ക് കൈ കിട്ടും. 1 ലക്ഷം രൂപ മേഡത്തിലേക്ക് സർവീസ് ചാർജ് അല്ലേ? 3,80,000 സർവീസ് ചാർജ്. നിങ്ങൾക്ക് ഫിൻലാൻഡിലൊക്കെ വേണ്ടതിന് ശേഷം 4.80 ആണ്. മനസ്സിലായോ? മനസ്സിലായി മേഡം. അതായത് ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പോഴത്തേക്കിന് 3.80 തന്നെ. നിങ്ങൾക്ക് റഷ്യയിൽ ഫിൻലാൻഡിൽ പോകാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലും ശേഷം 4.80 പേ ചെയ്തിട്ട് അവർ ആ കാര്യങ്ങളൊക്കെ ഇതാക്കും. ഒന്നുകൂടെ പറയാം മേഡം, എനിക്ക് മനസ്സിലായില്ല. 3 ലക്ഷം രൂപ എന്ന് പറയുന്നത് അതെന്താ? റഷ്യന്റെ സർവീസ് ചാർജ്. ഓക്കെ, റഷ്യയുടെ സർവീസ് ചാർജ്. മനസ്സിലായി. നിങ്ങൾക്ക് അവിടെ നിന്നിട്ട് ഫിൻലാൻഡ് വേണമെങ്കിലും ശേഷം നിങ്ങൾ 4.80 ഇവിടെ പേ ചെയ്യണം. പിന്നെ ഞാൻ നാട്ടില് 4.80 നാട്ടില് പേ ചെയ്യണം. 4,80,000 രൂപ അല്ലേ? ഇവിടെ പേ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ നമുക്ക് റഷ്യ നിന്നുകൊണ്ട് തന്നെ ഫിൻലാൻഡ് ഗ്രീൻ കാർഡ് കിട്ടി നമുക്ക് അങ്ങോട്ട് കയറാം. അത് പേ ചെയ്യാൻ വേണ്ടിയിരിക്കും. സക്സസ്ഫുൾ ആയ ശേഷം അല്ലെങ്കിലും നിങ്ങൾ പേ ചെയ്യാൻ വേണ്ടിയിട്ടില്ല.
ഓക്കെ. അപ്പോൾ ഫിൻലാൻഡിൽ പോയിട്ട് അവിടെ നമുക്ക് ജോലി നിങ്ങൾ ശരിയാക്കി തരുമോ? ജോലി നിങ്ങൾ തന്നെ ശരിയാക്കി തരും. ജോലി, കമ്പനി, ഫുഡ്, അക്കോമഡേഷൻ എല്ലെങ്കിലും അത് എങ്ങളുടെ ഇതാണ്. ഫിൻലാൻഡിൽ നമുക്ക് അവിടുന്ന് ജർമ്മനി മറ്റേ യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് എങ്ങോട്ടും വല്ലതൊക്കെ മൈഗ്രേറ്റ് ചെയ്യാമല്ലോ അല്ലേ? കാരണം നമ്മൾ ഗ്രീൻ കാർഡ് കിട്ടിയല്ലോ. ഇല്ല. ഫിൻലാൻഡ് മാത്രമേ പറ്റത്തുള്ളൂ അല്ലെ? അല്ല, എനിക്കൊരു സംശയം എന്ന് വെച്ചാൽ മാഡം, ഞാൻ വിസയുടെ കാര്യം നെറ്റിനകത്ത് നോക്കുമ്പോഴത്തേന് ടൂറിസ്റ്റ് വിസ, ബിസിനസ് വിസ, വർക്കിംഗ് വിസ, സ്റ്റുഡൻറ് വിസ, അങ്ങനെ പിന്നെ ഇവിടുന്ന് ഇവർ ഇതെടുക്കുന്ന ഇൻവിറ്റേഷൻ ഉണ്ട് എന്നാ പറഞ്ഞത്. അല്ല, മേഡം പറഞ്ഞതിൻ്റെ കൂട്ടുള്ള ഒരു വിസയുടെ കാര്യം ഞാൻ കണ്ടിട്ടില്ല, അതാ ഞാൻ ചോദിച്ചത്. അല്ല, ഇപ്പൊ മേഡം പറഞ്ഞത് നമുക്ക് വിസ വേറൊരു വിസയിൽ എടുത്തു തരാന്ന് പറഞ്ഞത്. മേഡം പറഞ്ഞ വിസ വേറെ ഒരു വിസയിൽ എടുത്തു തരാന്ന് പറഞ്ഞത്. ടൂറിസ്റ്റ് വിസ അല്ല, പ്രൈവറ്റ് വിസ ഏതൊരു വിസ എടുത്തു തരാന്നല്ലേ മേഡം പറഞ്ഞത്? ടെമ്പററി വിസ ടെമ്പററി ആയിട്ട് 6 month വിസ ഉണ്ടല്ലേ, വർക്ക് വിസ. 6 months ഇല്ല മേഡം, അങ്ങനെ വിസേനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല ഇവിടെ റഷ്യയില്. ഇല്ലില്ല, നമുക്ക് അറിയാവുന്ന ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നു മേഡം, ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നു, അതിനകത്ത് കണ്ടാണ് ടൂറിസ്റ്റ് വിസ. എങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഇതന്നെ എനിക്ക് മാനേജർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ആ വിസയുടെ ഉണ്ടല്ലോ ഫോട്ടോ എനിക്കൊന്ന് അയച്ചു തരാം. അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നതെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാമായിരുന്നേ. ഏതെങ്കിലും ആളൊക്കെ അവിടെ നമ്മൾ ഇറക്കാൻ വേണ്ടിട്ട് ഇതിന് ശേഷം നിങ്ങൾക്ക് ചാൻസ് ചെയ്യും. ഇപ്പൊ എന്റെ കയ്യിലില്ല ആ കാര്യങ്ങൾ. ഇപ്പൊ ഇല്ലല്ലേ? ഓക്കെ മേഡം, മനസ്സിലായി മേഡം. അപ്പൊ പേയ്മെന്റ് നമ്മൾ എപ്പോഴാണ് ചെയ്യേണ്ടത്? അത് ഫുൾ പേയ്മെന്റ് തന്നെ ചെയ്യണമല്ലേ? ക്യാഷ് പേയ്മെന്റ് അതങ്ങനെ നിങ്ങളുടെ കമ്പനിയില് ഇനീഷ്യൽ ആക്കിയിട്ട് നിങ്ങൾ ഒരു അമൗണ്ട് പേ ചെയ്യണം. പിന്നെ ഓഫർ ലെറ്റർ കിട്ടിയിട്ട് അതൊക്കെ കാര്യങ്ങളൊക്കെ മുടിഞ്ഞതിന് ശേഷം ബാലൻസ് അമൗണ്ട് പേ ചെയ്യാൻ വേണ്ടിട്ട്. എത്ര മന്ത് എടുക്കുമായിരിക്കും മേഡം പേപ്പർ വർക്ക് റെഡി ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട്? അത് മാക്സിമം ഒരു 1.5 months അതൊക്കെ എടുക്കും. ഓക്കെ മേഡം. ഈ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വരുന്ന മറ്റേ ആ വിസേത വർക്കിംഗ് മേഡം പറഞ്ഞ വിസേത എനിക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാൻ വേണ്ടി. ഏത് വിസയാണ് റഷ്യയിൽ തരുമെന്ന് പറഞ്ഞേ? ഏത് വിസയില മേഡം ഞങ്ങൾ ഇങ്ങോട്ട്? മേഡം ടെമ്പററി വർക്കിംഗ് വിസ എന്ന് പറയുമ്പോൾ അത് 3 മാസം. അതങ്ങനെ ഇവിടെ ആദ്യം 3 മാസത്തെ വർക്കിംഗ് വിസയ്ക്ക് ഇൻസ്റ്റാഗ്രാമിനകത്ത് അതിലുണ്ട്. നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾ നോക്കി. മനസ്സിലായി മേഡം. ഓക്കെ മേഡം, താങ്ക്സ്. എന്നാലും ഞാൻ റഷ്യയിലാ മേഡം, ഞാൻ റഷ്യയിലാ ഉള്ളത്. ഞാൻ ഇവിടെ തന്നെ ഇവിടെ മാത്രം ചെയ്യാൻ പറ്റും. അവിടെ പോസിബിലിറ്റീസ് ഇല്ല. അല്ല, അപ്പം മേഡത്തിന്റെ ഒക്കെ എടുക്കുന്നത് ഞാൻ നാട്ടിൽ വന്ന് എടുത്തിട്ട് വന്നാലേ ഇത് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഞാൻ പൈസ തന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. അവിടെ എന്നിട്ട് ചെയ്യാൻ പാടില്ല. അത് ഉണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, പോസിബിലിറ്റീസ് ഇല്ല. നമുക്ക് ഈ വിസ ഇല്ല, നമുക്ക് അങ്ങനെ ഫിൻലാൻഡിലോട്ട് എങ്ങനെ കയറുന്നതിന്റെ കാര്യം, ഈ വർക്ക് ഇതൊക്കെ അതെങ്ങനെയാന്നുള്ളതിന്റെ എനിക്ക് ഇപ്പോഴും ഐഡിയ കിട്ടാത്തത്. നമ്മൾ ഫിൻലാൻഡിലോട്ട് എങ്ങനെയാ കയറിയ? ഗ്രീൻ കാർഡ് നമ്മുടെ പാസ്പോർട്ടിനകത്ത് വിസ ഇല്ലല്ലോ. ഗ്രീൻ കാർഡ് ഇത് ജെന്യുവൻ ആയിട്ടുള്ള ഡോക്യുമെന്റോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ. നമ്മളൊരു സംഭവം കൊടുത്തിട്ട് എടുത്തിട്ടില്ലോ. അല്ല മേഡം, ഞാൻ നാട്ടിൽ വന്നിട്ട് തിരിച്ചു വരാം, തിരിച്ചു ഇങ്ങോട്ട് വരാം. അപ്പോഴത്തേക്കിന് ഞാൻ പറയുന്നത് ഇതിപ്പോ റെഡി ആവുന്നുണ്ടെങ്കിൽ ഞാൻ ഈ അടുത്ത മാസം തന്നെ കയറാനായിട്ടുള്ള എന്റെ കാര്യം നോക്കാം. എന്റെ വർക്കിംഗ് വിസയാണ് മേഡം. എനിക്ക് എല്ലാ കൊല്ലവും കമ്പനി വിസ പുതുക്കി തരുവാ ചെയ്യുന്നത്. ഞാനിവിടെ ആയുർവേദ തെറാപ്പിസ്റ്റ് ആയിട്ടാ ജോലി ചെയ്യുന്നത്.
പെർമനന്റ് അല്ല മാഡം, എനിക്ക് എല്ലാ കൊല്ലം വിസ എൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന അവരെനിക്ക് പുതിയതായിട്ട് വിസ ഒരു കൊല്ലം കഴിയുമ്പോഴത്തേനും അവർ വീണ്ടും 1 year വിസ എടുത്തു തരും. സംസാരിച്ചിട്ട് പിന്നെ എല്ലാ കാര്യങ്ങളും ഒക്കെ പറയട്ടെ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തമിഴ് നന്നായിട്ട് അറിയുന്ന ശേഷം അവരുടെ നമ്പർ നിങ്ങൾക്ക് ചാറ്റ് നിങ്ങൾ സംസാരിച്ചോളൂ അവരുടെ അടുത്ത്. ആയിക്കോട്ടെ മാഡം, എന്നാൽ വലിയ ഉപകാരം മാഡം. എന്നാലൊന്ന് അതൊന്ന് ചെയ്തിട്ടേ ആ പുള്ളിയുമായിട്ടൊന്ന് സംസാരിച്ചതിൻ്റെ ഡീറ്റെയിൽസ്, കാരണം ഞാനിവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്, എൻ്റെ അടുത്ത് വർക്കിംഗ് വിസ ഉണ്ട്. അപ്പോൾ എനിക്കത് എങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ കാര്യം ഒന്ന് റെഡിയാക്കി തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടിലോട്ട് വരണമെങ്കിലും ഇനിയിപ്പോൾ 10,000-40,000 രൂപ ഫ്ലൈറ്റ് ടിക്കറ്റ് ആവും. നിങ്ങൾ ആ വോയിസ് മെസ്സേജ് കേട്ടല്ലോ, അതിനകത്ത് ആ ലേഡി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിറ്റിംഗ് വിസയിൽ വന്നു കഴിഞ്ഞാൽ റഷ്യയിൽ, മനസ്സിലായോ, വിസിറ്റിംഗ് വിസയിൽ വന്ന് നിന്ന് നിങ്ങളിവിടെ ജോലി ചെയ്യാൻ പറ്റും. അതൊന്നും നടക്കുന്ന കാര്യമല്ല. പിന്നെ ഇപ്പോൾ റഷ്യ നിന്നുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്നതിൻ്റെ തൊട്ട് എന്താ പറയുക ഫിൻലാൻഡിലോട്ടുള്ള ഡോക്യുമെൻ്റ് കാര്യം അങ്ങനെയൊന്നും നടക്കത്തില്ല. ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് വേറെ രാജ്യത്തെ ഡോക്യുമെൻ്റ് എങ്ങനെയാണ് ചെയ്യുക? ഇന്ത്യ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ അയൽ രാജ്യമോ ചൈനയിലെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് നേപ്പാളിലോ ഏതെങ്കിലും ഡോക്യുമെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ഇവർ ഈ പേരും പറഞ്ഞുകൊണ്ട് ഇവരുടെ നേരത്തെ ഇവരുടെ എനിക്കറിയത്തില്ല, ഇവരിപ്പോൾ ഈ പറഞ്ഞ ഈ റഷ്യയിലോട്ടുള്ള ഈ സംഭവം ഇത് തട്ടിപ്പാണ്. കാരണം എന്താ പറയുക, വിസിറ്റിംഗ് വിസയിൽ ഇവിടെ വരിക, ഇവിടെ വന്നിട്ട് നമുക്ക് ഫിൻലാൻഡിൻ്റെ ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 10-12 ലക്ഷം രൂപയൊക്കെയാണ് ഈ ചോദിക്കുന്നത്. ഇങ്ങനത്തെ തട്ടിപ്പുകളിൽ നിങ്ങൾ വന്ന് പെടരുത്. കാരണം നിങ്ങൾക്കൊരു ഡോക്യുമെൻ്റ് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കൊടുക്കുന്നതിന് മുന്നേ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ആ നാട്ടിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന നാട്ടിൽ യൂട്യൂബർ ഏജൻറ്റുമാരല്ല, അല്ലെ ഈ ട്രാവൽ നിങ്ങൾ ആദ്യം അവിടെ ആരെങ്കിലും ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ വിളിച്ച് അന്വേഷിക്കുക. ഞാൻ അതുപോലെ ചേട്ടാ ചേച്ചി ഇങ്ങനൊരു വിസേനെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ നമുക്കിപ്പം. അത് വെച്ചിട്ട് നമ്മൾ അന്വേഷിക്കുക അവിടെ ആ നാട്ടിലുള്ള ആൾക്കാരോട്. യൂട്യൂബ് ചാനൽ തുറന്നു വെച്ചിട്ട് വിസ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരെ അല്ലാതുള്ള ആൾക്കാർ, മനസ്സിലായോ, അവരോട് ചോദിക്കുക. അപ്പോൾ അവർ പറയും. അല്ല നിങ്ങളുടെ വീടിനടുത്തോ റിലേറ്റീവ്സോ ആരെങ്കിലും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്ത് നമ്മുടെ ഒരു മലയാളി ഉണ്ടോ എന്നുള്ളതിൻ്റെ കാര്യം നോക്കുക. എന്നിട്ട് അവരോട് ചോദിക്കുക, എൻ്റെ അടുത്തൊരു ട്രാവൽ ഏജൻസിക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു വിസ ഉണ്ടോ, ഇങ്ങനെ ഇതുണ്ട്. ഇപ്പോൾ റഷ്യയുടെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്ക് അറിയാൻ വയ്യാത്ത കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കെല്ലാം അറിയാമെന്നല്ല പറഞ്ഞു. അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാനിവിടെ അന്വേഷിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരും. എന്നെ വിളിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അതിൻ്റെ കൃത്യമായിട്ടുള്ള മറുപടിയും കാര്യങ്ങളും എല്ലാം ഞാൻ കൊടുക്കലുണ്ട്. അപ്പോൾ ഈ ലേഡി പറയുന്ന വീഡിയോയ്ക്കകത്ത് പോയി അവരോട്ട് ഞാൻ കോൾ ചെയ്ത് സംസാരിച്ചതിനകത്ത് പറയുന്നതെല്ലാം പക്കാ തട്ടിപ്പാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ റഷ്യയിൽ നിൽക്കുന്ന നമ്മുടെ ആൾക്കാർ നമ്മുടെ വിസ, അതായത് ഞാൻ പറഞ്ഞില്ലേ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉണ്ട്, നിങ്ങളുടെ ഫോട്ടോ എന്ത് ഡോക്യുമെൻ്റ് ആയിക്കോട്ടെ ഈ സാധനം ഫോട്ടോ എടുക്കുക, നേരെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ പോവുക, അതിനകത്തുനിന്ന് റഷ്യനിൽ നിന്ന് മലയാളത്തിലോട്ടെന്നുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷിലോട്ടുള്ളത് ഇത് കൊടുക്കുക. അതിനകത്ത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് ഫുള്ള് മലയാളത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളുടെ വിസ നമ്മുടെ ആ വിസയ്ക്കകത്ത് എല്ലാ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനി, അതുപോലെ എന്ത് വിസയാണ്, ടൂറിസ്റ്റ് വിസയാണോ ബിസിനസ് വിസയാണോ വർക്കിംഗ് വിസയാണോ, മനസ്സിലായോ, എല്ലാം ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വർക്കിംഗ് വിസയിലാണ് വന്നേക്കുന്നതെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര് അതിനകത്തുണ്ടായിരിക്കും. അതുപോലെ നിങ്ങളുടെ പെർമിറ്റ് കാർഡ് ഉണ്ടല്ലോ, ആ പെർമിറ്റ് കാർഡിനകത്ത് നിങ്ങളുടെ കമ്പനിയുടെ പേരുണ്ടായിരിക്കും. ഇത് രണ്ടും ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ കമ്പനി തന്നെയാണോ എന്നുള്ളതിൻ്റെ കാര്യം നോക്കുക. കാരണം ഈ 3 കൊല്ലത്തിൽ ഓപ്പൺ വർക്കിംഗ് വിസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാർ എടുത്തു തരുന്ന സാധനമുണ്ടല്ലോ, അതിനകത്ത് ഇവന്മാരുടെ എന്താ പറയുക വിസയ്ക്കകത്ത് അവന്മാരുടെ കമ്പനിയുടെ പേരും അതുപോലെ തന്നെ പെർമിറ്റ് കാർഡിനകത്ത് ആ കമ്പനിയുടെ പേരും. എന്നിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓസോണിലോ വെയർ ഹൗസിലോ അല്ലെ കോസ്മെറ്റിക്സ് മറ്റേ ഈ സ്ഥലങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള അവിടേക്ക് ആയിരിക്കും നിങ്ങളെ കൊണ്ടുപോയിട്ട് ഇവർ എന്ന് വെച്ചാൽ ലേബർ സപ്ലൈ ചെയ്തേക്കുന്നത്, മനസ്സിലായോ. ഇവർക്ക് ഈ ലേബർ സപ്ലൈ ചെയ്യുന്ന വഴി ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ വിസ ചെയ്യുന്ന വഴി ഇവന്മാർക്ക് ഒരു പൈസ ഒരു 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപ എത്ര നടത്തില്ല ഇവന്മാർ പല റേറ്റാണ് പലവരും മേടിക്കുന്നത്. ട്രാവൽ ഏജൻസികളായിക്കോട്ടെ വ്യക്തികളായിക്കോട്ടെ എല്ലാവരെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്, അവർ മേടിക്കുന്നത്. പിന്നെ നിങ്ങളെ ഈ ലേബറെ കൊടുക്കുന്ന വഴി അവർക്ക് അങ്ങനെ ഒരു കമ്മീഷൻ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ സാലറി അതുവഴി ഇവന്മാർ പൈസ അടിച്ചു മാറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവന്മാർ പറഞ്ഞാൽ ഇവന്മാർ നിങ്ങളെ കൊണ്ടുവന്നിട്ട് 3 ഇയർ വർക്കിംഗ് വിസയിൽ കൊണ്ടുവന്നിട്ട് നിർത്തിയിട്ട് ഒരു സ്ഥാപനത്തിൽ കൊണ്ടാക്കിയിട്ട് പിന്നെ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് കാരണം കഷ്ടപ്പാടാണ്, നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പിന്നെ ഇവന്മാർ വിളിക്കുമാർ പറഞ്ഞു നിങ്ങൾക്ക് വേറെ ജോലി റെഡിയാക്കി തരാം, നീ എനിക്ക് 20,000 25,000 രൂപ തരുവാണെങ്കിൽ വേറെ ജോലി റെഡിയാക്കി തരാമെന്ന് പറയും, മനസ്സിലായി. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ളൊരു ഗ്രീൻ കാർഡ് ഉണ്ടല്ലോ, കുറേ ആൾക്കാർക്ക് ആ ഗ്രീൻ കാർഡ് എന്നാന്നുള്ള കാര്യം അറിയത്തില്ല. ആ ഗ്രീൻ കാർഡ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് റഷ്യയിൽ നിങ്ങൾ വന്നിറങ്ങി കഴിയുമ്പോഴത്തേന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട്, മനസ്സിലായോ, നിങ്ങളുടെ കൈരേഖകൾ കാര്യങ്ങൾ സ്കാൻ ചെയ്തിട്ട് പോലീസുകാർ തരുന്നൊരു കാർഡാണ് ആ ഗ്രീൻ കാർഡ് എന്ന് പറയുന്നത്. അത് എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ അറ്റാച്ച് ചെയ്തതിനകത്ത് കൊടുക്കാം ആ കാർഡ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് ഗ്രീൻ കാർഡ് റഷ്യയിൽ ഗ്രീൻ കാർഡ് കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വിസ തട്ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഇവരുടെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്, ഇത് ഗ്രീൻ കാർഡാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതൊരിക്കലും ഗ്രീൻ കാർഡല്ല, അത് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തരുന്ന നമ്മുടെ എന്താ പറയുക കൈരേഖകളെല്ലാം സ്കാൻ ചെയ്തിട്ട് തരുന്നൊരു കാർഡാണ്
കാർഡാണ്. അപ്പോൾ അത് തമ്മിൽ നമുക്ക് തെറ്റിപ്പോരുത്. അതുപോലെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തറിയണമെങ്കിലും നേരെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ പോയിട്ട് നേരെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് നേരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഏത് ഭാഷയിലോട്ടാണോ നിങ്ങൾക്ക് നോക്കേണ്ടത്, ഇംഗ്ലീഷാണോ ഇംഗ്ലീഷ് മലയാളമാണോ മലയാളം, അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള കാര്യം നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ആദി കൺസൾട്ടൻസി എന്ന് പറയുന്ന അവിടെ വിളിച്ച ലേഡിയുടെ വോയിസ് റെക്കോർഡാണ്, ഞാൻ അവരെ വിളിച്ച് സംസാരിച്ച ആ റെക്കോർഡാണ്. അവർ ഈ റഷ്യനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫേക്കായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും പോസിബിളായിട്ടുള്ള കാര്യമല്ല. റഷ്യയിൽ നിന്നുകൊണ്ട് ഫിൻലാൻഡിലോട്ട് പോവുകയും ആ ഗ്രീൻ കാർഡ് എടുക്കാൻ പറ്റുക, അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. ഒരു രാജ്യത്തു നിന്നും പറ്റത്തില്ല. കാരണം ഇങ്ങനെയും കുറേ ആൾക്കാരെ ഇവർ പറ്റിക്കുന്നുണ്ട്. വേറെ അവരുടെ രാജ്യത്തോട്ട് അവർ കൊണ്ടുപോകുന്നതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. റഷ്യയുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. റഷ്യയിൽ നിന്നുകൊണ്ട് ഫിൻലാൻഡിലോട്ട് പോകാൻ വേണ്ടി ഇവരുമായിട്ട് ഞാൻ ഈ വിളിച്ച് സംസാരിച്ച ഈ ഒരു കാര്യം തട്ടിപ്പാണ്. ഇത് പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കാര്യങ്ങൾ വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറുണ്ട്, എന്നെ കോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.